ഹലോ, അപ്പം എല്ലാവർക്കും നല്ലൊരു ഹാപ്പി വിഷു. അപ്പോൾ ഇന്ന് വിഷുവിൻ്റെ അന്ന് രാവിലെ നമ്മൾ അമ്പലത്തിൽ പോവാണ്. അപ്പം നമ്മൾ പോകുന്നത് കൊണ്ടോട്ടിയിൽ നിന്ന് കോഴിക്കോട് പോകുന്ന വഴി സിയാങ്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരമ്പലത്തിലാണ്. അപ്പം നമ്മൾ കുറേ ഇവിടെ പോകണം എന്ന് വിചാരിക്കുന്നു കേട്ടോ. അതിലൂടെ പോകുമ്പം ഇത് മഹാവിഷ്ണു ക്ഷേത്രമാണ്. അപ്പം ഇന്ന് വിഷുവായിട്ട് വലിയ തിരക്കൊന്നുമില്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ കയറി തൊഴുത് ഇറങ്ങി വഴിപാടൊക്കെ കഴിച്ചു. നമ്മൾ എന്നിട്ട് അമ്പലം പ്രദക്ഷിണം വയ്ക്കുകയായിരുന്നു കേട്ടോ. പ്രദക്ഷിണം വെച്ച് മോന് മെല്ലെ നടക്കുക. കാല് വേദന ഉണ്ടെന്ന് തോന്നുന്നു, ചെരുപ്പിടാതെ ഇങ്ങനെ നടന്ന ശീലമില്ല. അപ്പം നമ്മൾ നന്നായി തൊഴുതൊക്കെ ചെയ്തു. നല്ല രസമുണ്ട് അമ്പലം കാണാൻ. ഇന്ന് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പം ആള് പറഞ്ഞു എനിക്ക് പുതിയ മുണ്ടൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് മുണ്ടൊക്കെ മേടിച്ച് പുതിയ മുണ്ടൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ എന്താ പറയുക, പുറത്തുള്ള കുറച്ച് ഏരിയ. പിന്നെ നമുക്ക് പ്രസാദമൊക്കെ കിട്ടി. പിന്നെ അവിടുന്ന് വിഷു കൈനീട്ടം കിട്ടി കേട്ടോ. ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ രീതിയിൽ കിട്ടുന്നത്. നല്ല രസം തോന്നി കണ്ടപ്പം. പിന്നെ അച്ഛനും മോനും അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയപ്പം ഭയങ്കര വെയിലായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ അവിടുന്ന് വേറെ സ്ഥലത്ത് പോവാം കേട്ടോ. എൻ്റെ അമ്മയുടെ വീട്ടിൽ പോവാണ്. നമുക്ക് ഇപ്രാവശ്യം വിഷുവില്ല. അപ്പം മാമൻ നാട്ടിലുണ്ട്. അപ്പം മാമൻ ഞങ്ങളൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് വിഷു അവിടെ നിന്ന് ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മയും മേമ്മമാരും പറഞ്ഞാൽ അമ്മയുടെ സിസ്റ്റേഴ്സാണ്, എല്ലാവരും അവിടെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പം സ്ഥലം വന്നിട്ട് പോകുന്നത് രണ്ടത്താണിയിലോട്ടേക്കാണ് കേട്ടോ. പിന്നെ ഞാനും മോനും എന്താ പറയുക, ഓരോ ഗോഷ്ഠി വീഡിയോസ് ഇങ്ങനെ എടുക്കുമായിരുന്നു. അതൊന്നും ഞാൻ അങ്ങനെ പോകായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ എത്തിയിട്ടോ. ഇവിടെ പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പം എൻ്റെ ചെറുപ്പകാലത്തെ സമയം എനിക്ക് ഓർമ്മ വരിക. ഭയങ്കര രസമാണ്. സ്കൂളിൽ പൂട്ടി അപ്പം നമ്മളിങ്ങോട്ട് വരും. ഈ എന്താ പറയുക, മഴ ഉള്ള സമയമായിരിക്കും ഈ വെക്കേഷൻ പീരീഡ്, സമ്മർ വെക്കേഷനിലാണ് വരിക. അപ്പം ബാക്കിലൊക്കെ നിറച്ചും തോടൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നിറഞ്ഞൊഴുകി നമ്മൾ മീൻ പിടിക്കാൻ പോവും. കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. എന്നിട്ട് നമ്മൾ വെള്ളത്തെ ചാടി കളിക്കുക. ഭയങ്കര രസമായിരുന്നു അവിടെ, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ എത്തിയ സമയം ഉച്ച സമയമായിരുന്നു. അപ്പം ഫുഡൊക്കെ എന്താ പറയുക, ഇങ്ങനെ ഇലയിലൊക്കെ വിളമ്പുന്ന തിരക്കായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അടിപൊളി സദ്യയായിരുന്നു. പിന്നെ അവിടെ മാമൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ കസിൻ സിസ്റ്റേഴ്സാണ്. അവർക്ക് ഫോട്ടോ എടുക്കാമെന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കുറവാണ്. അപ്പം ഒരാൾ ആദ്യമേ തിരിഞ്ഞിരിക്കുക, എന്നെടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പ്രത്യേകിച്ച് അവളെ ഫോക്കസ് ചെയ്ത. ഈ ചെറിയ ആളെ എൻ്റെ മാമൻ്റെ ചെറിയ മോനാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഏട്ടനുണ്ട്, പാപ്പനുണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പായസം നല്ല അടപ്പായസമായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്തിരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും ഈ ഏരിയയിലാട്ടോ ഇരിക്കുക. ഇവിടെ ഫോട്ടോസ് എടുക്കാൻ മീൻസ് നമ്മൾ കുറേ പേരുണ്ടാവും എപ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ എല്ലാവരും കൂടി കൊള്ളിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റെപ്പിലൊക്കെ ഇരുന്നിട്ടാണ് ഫോട്ടോസ് എടുക്കുക. ഇത് മാമൻ്റെ വലിയ മോനാണ്. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയായി. അച്ഛനും അമ്മയും മേമ്മമാരും പാപ്പനും മാമിയുടെ അമ്മയൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും ഇപ്രാവശ്യം അവിടെ നിന്ന് അടിപൊളിയായിട്ട് വിഷുവൊക്കെ ആഘോഷിച്ചു.
പിന്നെ വലിയ മാമനും ഫാമിലിയൊന്നും നാട്ടിലില്ല. അപ്പം അവരെ മിസ് ചെയ്യുന്നുണ്ട്, കുട്ടികളെയും. പിന്നെ എൻ്റെ ഏട്ടനെ, എൻ്റെ മാമിൻ്റെ മോൻ കണ്ണനെ, അവരൊക്കെ പുറത്താണ്. അപ്പം അവരൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മമ്മേനെ, അമ്മ ഇപ്പം ഇല്ല, പക്ഷെ അമ്മമ്മേനെ നന്നായി മിസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ. പിന്നെ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല അടിപൊളിയായി. പിന്നെ നമ്മൾ നേരെ അവിടുന്ന് കന്മനത്തേക്ക് ആട്ടോ പോയത്, ഏട്ടൻ്റെ മാമൻ്റെ വീട്ടിലോട്ടേക്ക്. പിന്നെ അവിടുന്ന് തിരിച്ചപ്പോഴേക്കും ലേറ്റ്. പിന്നെ വീട്ടിലെത്തിയിട്ട് അടുത്ത വീട്ടിലെ ഏട്ടൻ പടക്കം പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ വെച്ചിട്ടാണ് പൊട്ടിച്ച്. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. മുകളിൽ പോയിട്ട് ഇങ്ങനെ പൊട്ടുന്ന അടിപൊളിയായിരുന്നു. കുറേ നേരം ഉണ്ടായിരുന്നു ഈ സാധനം. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.